കേസിലെ യഥാർത്ഥ സത്യങ്ങൾ ഞാൻ കണ്ടതും കേട്ടതും യഥാർത്ഥ സത്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ ലാല് പല രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. ഈ വിധി അങ്ങേറ്റം ബയസ്റ്റായ ഒരു വിധിയാണ്. കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്നാണ്. അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും. നമ്മൾ ആദ്യം പോലും ഫോളോ ചെയ്യുന്ന ആളാണ്. ഇതിനു വേണ്ടി അധ്വാനിച്ച് ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന. എല്ലാവർക്കും നമസ്കാരം. കോടതി വിധി പ്രകാരം ദിലീപ് നിരപരാധിയാണെന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. അവിടെ മതിയായ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ദിലീപ് കുറ്റവാളി അല്ല, ഈ ഒരു കൃത്യത്തിൽ പങ്കില്ല എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും തേജോവധം ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അവിടെ കോടതിയിൽ ദിലീപ് കുറ്റവാളിയാണെന്ന് തെളിവുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല? അപ്പോൾ അതിന്റെ അർത്ഥം അവിടെ തെളിവില്ല. റിപ്പോർട്ടർ ചാനൽ അടക്കം പല ചാനലുകളും വന്നിട്ട് കുറെ പറഞ്ഞു, ഇത് ഞെട്ടിക്കുന്ന തെളിവ് വെളിപ്പെടുത്തലും മറ്റത് മറിച്ചെന്ന് പറഞ്ഞതല്ലാണ്ട് അവിടെ മിതമായ ഒരു തെളിവുമില്ല. ആ സാഹചര്യത്തിൽ ദിലീപ് നിരപരാധിയാണെന്ന് തെളിഞ്ഞു എന്ന് വെച്ചിട്ട് അതിജീവിതയായ സ്ത്രീയെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അവർക്കുണ്ടായിട്ടുള്ള മോശം അനുഭവത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏത് വലിയ തലതൊട്ടപ്പനായാലും ആ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള ഏത് നാറിയായാലും അവനെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ നടിയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. നാളെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് അതുപോലത്തെ അനുഭവം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതിന്റെ വേദന മനസ്സിലാകത്തുള്ളൂ. ഒരു തെറ്റും ചെയ്യാത്ത ഒരാള് ശിക്ഷിക്കപ്പെടുന്നത് ശരിയാണോ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നമ്മുടെ നിയമവും നിയമവ്യവസ്ഥയും നമ്മുടെ ഒരു രീതി, അല്ലെ? അത് തന്നെയാണ്. എന്നാൽ ഇവിടെ ദിലീപിനെ ശിക്ഷിച്ചില്ല. പൾസസുനി എന്ന് പറയുന്ന പരമചറ്റ നടി ആക്രമിച്ച ആ നാറിയെ ഇവിടെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അവനെ ശിക്ഷിച്ചതിൽ ആർക്കും ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അവനെ വേണമെങ്കിൽ ശിക്ഷിച്ചില്ല, അല്ലെങ്കിൽ വേണ്ട, പോട്ട്. പക്ഷെ ദിലീപിനെ ശിക്ഷിക്കണം. ഇതാണ് ഇവിടുത്തെ അജണ്ട. എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്കത് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. ദിലീപ് കുറ്റവാളിയല്ല, അല്ലെങ്കിൽ ഇതിൽ പങ്കില്ല എന്ന് കോടതി വിധി വന്നിട്ടും വീണ്ടും എന്തിനാണ് ദിലീപിനെ തേജോവധം ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ പല പ്രാവശ്യം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു കുറ്റവും ചെയ്യാണ്ട് അകത്ത് പോയി കിടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നിയമത്തിന്റെ കുഴപ്പമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇന്ന് നിരപരാധിയാണ് ദിലീപ് എന്ന് തെളിഞ്ഞെങ്കിൽ അന്ന് ദിലീപ് ജയിലിൽ കിടന്നതിന് ആര് കണക്ക് പറയും? അതുപോലെ ദിലീപ് കുറ്റവാളിയാണെന്ന് നാളെ തെളിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടും. അതുപോലെ ഒരുപാട് പേര് വീഡിയോ ഇടും. അല്ലാണ്ട് ആരും ദിലീപിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ നിരപരാധിയാണെന്ന് കോടതി വിധി വന്നു കഴിഞ്ഞാൽ വീണ്ടും ദിലീപിനെ വലിച്ചു വാരി കീറി ഒട്ടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമാണ്. അവിടെ തെളിവില്ലാത്തത് കൊണ്ടല്ലേ ദിലീപ് നിരപരാധിയാണെന്ന് വന്നത്. വായ്ത്താളം മാത്രം പറ്റത്തില്ല കോടതിയിൽ, തെളിവുകൾ വേണം. ഒരുപാട് തെളിവുണ്ട്, മറ്റതുകൊണ്ട് മറിച്ചതുകൊണ്ടെന്ന് പല റിപ്പോർട്ടറുകളും പല ചാനലുകളും ഘോര പ്രസംഗിച്ചല്ലോ. എന്നാൽ ഈ തെളിവുകൾ എവിടെ? ഈ പൾസസുനിയായിട്ട് കണക്ഷൻ ഉള്ളതിന് പോലും ഒരു തെളിവുമില്ല. അതൊക്കെയാണ് അവസ്ഥകൾ. എന്നിട്ട് ദിലീപിനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണ്? സത്യം പറഞ്ഞാൽ നടിക്കുണ്ടായിട്ടുള്ള ആ ദുരനുഭവം, ആ പൾസസുനി എന്ന് പറയുന്ന നാറി അവനെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചതാണ്. ആ ചെയ്യിപ്പിച്ചത് ആരെന്ന് ആദ്യം തെളിയിക്കാൻ നോക്ക്. അല്ലാണ്ട് ദിലീപാണ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ തേജോവധം ചെയ്തിട്ട് കാര്യമില്ല. അതിനുള്ള തെളിവില്ല. കോടതി വിധിയാണ് വന്നത്. ഇനി ഇവർക്ക് വേണമെങ്കിൽ അപ്പീലായിട്ട് മുകളിലോട്ട് പോവാം. അത് പോട്ടെ, പോകുന്നുണ്ടെന്നും പറയുന്നുണ്ട്. നല്ല കാര്യം തന്നെ, പോട്ടെ. ഇതിന്റെ അറ്റം കണ്ടിട്ട് തന്നെ അടക്കണം. നാളെ ദിലീപാണ് കുറ്റവാളി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ദിലീപിനെതിരെ നമ്മൾ എല്ലാവരും ശക്തമായിട്ട് സംസാരിക്കും. ഇവിടെ 1ാം പ്രതിയായ പൾസസുനിയെ നടപടി എടുത്തിട്ട് ഇവിടെ ആരും അവനെ പറ്റി സംസാരിക്കുന്നില്ല. 8ാം പ്രതിയായിട്ട് കിടക്കുന്ന ദിലീപിനെ പറ്റിയിട്ടാണ് സംസാരം. ദിലീപിനെ അറസ്റ്റ് ചെയ്തില്ല. ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന ദിലീപാണെന്ന്. ഇവിടെ തെളിവുണ്ടെങ്കിൽ വച്ചാടി. തെളിവുണ്ടെങ്കിൽ തെളിവ് പുറത്തു കൊണ്ടുപോവാ, നമ്മൾ സംസാരിക്കും. അതിനിപ്പോ കോടതിയിൽ വന്നില്ലെങ്കിലും തെളിവ് സഹിതം നമ്മുടെ കൈ കിട്ടി നമ്മൾ എടുത്ത് പുറത്തിട്ട് അടിക്കും. അത് വേറെ സത്യം. അല്ലാണ്ട് എനിക്കൊരിക്കലും ഒരാളെ നിയമം വരെ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് ഒരു തെളിവും ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെ ഞാൻ ആ വ്യക്തിയെ വലിച്ചു കീറും? അതാദ്യം മനസ്സിലാക്കും. ഒരുപാട് പേര് പറയുന്നുണ്ട്, അതിലെ നീ ഇങ്ങനെ സംസാരിക്കുമെന്ന് വിചാരിച്ചില്ല, നീ അങ്ങനെ സംസാരിക്കുമെന്ന് വിചാരിച്ചില്ല. ഒരു തെളിവില്ലാതെ ഒരാളെ എങ്ങനെയാണ് നമുക്ക് വലിച്ചു കീറാൻ പറ്റുന്നത്? കുറെ പേര് വായ്ത്താളം കൊണ്ട് കാലങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ് വായ്ത്താളം അടിച്ചതല്ലാണ്ട് എന്ത് തെളിവാണ് ദിലീപിനെതിരെ ഉള്ളത്? ഒരു തെളിവ് കോടതിക്ക് പോലും ഒരു തെളിവും കിട്ടിയിട്ടില്ല. ആ സ്ഥിതിക്ക് എങ്ങനെയാണ് ദിലീപിനെ ശിക്ഷിക്കാൻ പറ്റും? നമ്മൾ ആദ്യം അതല്ലേ ചിന്തിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിന്റെ പിന്നിൽ ആരാണെന്ന്. അത് കോടതി ഉത്തരവിടണം. ഇത് തുടർന്ന് അന്വേഷിക്കണമെന്നും ഇതിന്റെ പിന്നിൽ ആരാണ് കളിച്ചതെന്നും ഇതിന്റെ ഗൂഢാലോചനയുടെ തലതൊട്ടപ്പൻ ആരാണെന്നും കോടതി ഉത്തരവിട്ട് അന്വേഷിച്ച് കണ്ടെത്തി അവനെ അടക്കം ശിക്ഷിക്കണം. അത് ഏത് തലതൊട്ടപ്പനായാലും, അത് ഇനിയിപ്പം സിനിമാ ഫീൽഡിലുള്ളതായാലും ഏത് തലതൊട്ടപ്പന്മാരായാലും അവന്മാരെ ശിക്ഷിക്കണം. ഇതിന്റെ പിന്നിൽ കളിച്ചതാരും അവരെ ശിക്ഷിക്കണം.
ഇനിയിപ്പോ അപ്പീലുമായിട്ട് ഇവര് മുകളിൽ പോയി കഴിഞ്ഞാലും അവിടെ മിതമായ തെളിവുകൾ ഇല്ലെങ്കിൽ ഒരു തേങ്ങയും നടക്കത്തില്ല. ഇവിടെ പോലും ചൂണ്ടിക്കാണിക്കാൻ ഒരു തെളിവും ദിലീപിനെതിരെ ഇല്ല. പിന്നെ ഇനി മേളിൽ പോയിട്ട് ഇവർ എന്നാ ചെയ്യണം? എനിക്കറിയാൻ പാടില്ല. ഒരു തെളിവില്ലാതെ ഒരാളെ എങ്ങനെയാണ് കുറ്റവാളിയാക്കാൻ പറ്റുന്നത്? കുറച്ച് പേര് വന്നിരുന്ന് വായ്ത്താളം അടിച്ചാൽ മതിയാ. നാളെ എന്നെ കുറിച്ചിട്ട് ആരൊക്കെ വന്നിരുന്ന് കുറെ പറയണം, ഞാൻ മറ്റവനാണ് മറിച്ചവനാണ്, ഞാൻ ഒരാളെ കൊന്ന് മറ്റേത് പീഡിപ്പിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാൾ വന്നിരുന്ന് വായ്ത്താളം അടിച്ചു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ശിക്ഷിക്കാൻ പറ്റുമോ? ചിലപ്പോൾ അങ്ങനെ പിടിച്ച് അകത്തിടുമായിരിക്കും കുറേ ദിവസം. പക്ഷെ നാളെ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്റെ നഷ്ടപ്പെട്ട ദിവസങ്ങളും എന്റെ നഷ്ടപ്പെട്ട മാനത്തിനും ആര് വില പറയും? അങ്ങനെ ചിന്തിക്കും. ഒരുപാട് പേര് എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്റെ അമ്മയുടെ കുഞ്ഞമ്മയുടെ മോനൊന്നുമല്ല ദിലീപിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ. കോടതി വെറുതെ വിട്ട് തെളിവില്ല. പിന്നെ ഞാൻ ഇനി എന്നെ എടുത്ത് വെച്ച് പറയാനാ? അതാദ്യം ചിന്തിക്കും. കുറെ പേര് വന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതും സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കാണുന്നവർ പേഴ്സണലി എനിക്ക് മെസ്സേജ്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ഇതിന് മാത്രം എന്നാ കുറ്റം ചെയ്ത? എനിക്കൊട്ടും ഫെയർ ആയിട്ട് തോന്നിയില്ല. ഞാൻ ഇനി എനിക്ക് തോന്നുന്നത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ട് പറയും. അതിന്റെ പേരിൽ എന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്നോ ഞാൻ പറയുന്നത് ശരിയല്ലെന്നോ പറഞ്ഞ് എന്നെ താഴ്ത്തിക്കെട്ടാനാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതുപോലെ വേറൊരു കേസ് ഞാൻ പറയാം. എന്റെ ഈ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. ഒരാൾ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, കോടതിയിൽ ദിലീപ് കയറിപ്പോയ സമയത്ത് ജഡ്ജി വരെ എണീറ്റ് കുമ്പിട്ടെന്ന്. അതെന്തോന്നേ? അങ്ങനെ ജഡ്ജി ചെയ്യൂ? എനിക്ക് ഒരു വിശ്വാസവും ഇല്ല കേട്ടോ. ഇതിപ്പോ ആൾക്കാരുടെ ഒരു ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ ശിക്ഷിച്ചില്ല, ഒരാൾക്കെതിരെ തെളിവില്ലാണ്ട് എങ്ങനെ ശിക്ഷിക്കുമെന്നാണ് പറയുന്നത്. തെളിവില്ലാണ്ട് അയാൾ കുറ്റവാളിയാണെന്ന് നമുക്ക് എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും? കോടതി വിധിയാണ് വന്നിട്ടുള്ളത്. അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടും മറ്റുള്ള പ്രതികൾക്കൊക്കെ വേണ്ടിയിട്ട് നിന്ന് അഡ്വക്കേറ്റുമാരുടെ കയ്യിൽ പോലും തെളിവില്ല. പോലീസ് ഗൂഢാലോചന നടത്തി ദിലീപിനെ അകത്താക്കിയതാണെന്നാണ് പറയുന്നത്. എന്താണ്? അല്ലെങ്കിൽ പോലീസുകാർ എന്തെങ്കിലും തെളിവുകൾ കൊണ്ട് കൊടുത്തോ? ദിലീപാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞ് എന്തെങ്കിലും തെളിവ് കൊടുത്തോ? തെളിവുണ്ടായിരുന്നെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കത്തില്ലേ? ഇത് തെളിവില്ലാണ്ട് എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്? ഞാൻ ആ ലിസ്റ്റ് ഒന്ന് കൊടുക്കാം കേട്ടോ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. ആദ്യത്തേത് NS സുനിൽ, അതായത് പൾസർ സുനിൽ, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VV വിജീഷ്, വടിവാൾ സലീം, H സലീം, പ്രദീപ്. ഈ 6 പേരാണ് ശിക്ഷിച്ചിട്ടുള്ളത്. കോടതി വിധി പ്രകാരം പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന 6 പേരെ അവർ ശിക്ഷിച്ചു. 8ാമത് ലിസ്റ്റിൽ കിടന്ന് ദിലീപിനെ ശിക്ഷിച്ചില്ല. എന്തുകൊണ്ട്? തെളിവില്ല. തെളിവ് കൊടുത്തു കഴിഞ്ഞ് ശിക്ഷിക്കും. നമ്മൾ ആ രീതിയിൽ ചിന്തിക്കും. അല്ലാണ്ട് നമ്മൾ ചുമ്മാ വന്നിരുന്നിട്ട് ദിലീപിനെ ശിക്ഷിച്ചില്ല എന്ന് പറയുന്ന ലോജിക്കില്ല. കുറ്റവാളികളായിട്ടുള്ള 6 പേരെ കോടതി ശിക്ഷിച്ചു, ദിലീപിനെ വെറുതെ വിട്ടെങ്കിൽ എന്തുകൊണ്ട്? ചിന്തിക്ക്, ലോജിക്ക് വെച്ച് ചിന്തിക്ക്. ഇനി ഞാനൊരു അഡ്വക്കേറ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കൊടുക്കാം. പ്രതിയെ മാത്രം ശിക്ഷിക്കണമെന്നാണല്ലോ നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് വെച്ചത്. അങ്ങനെയാണല്ലോ മാധ്യമ വിചാരണ 7 കൊല്ലമായിട്ട് നടക്കുന്ന കേസാണിത്. മാധ്യമ വിചാരണ, അതായത് ഒരു 8ാം പ്രതിയെ കണക്ട് ചെയ്യാൻ ഒരു സിംഗിൾ പേപ്പർ ഇല്ല, ഒരു സിംഗിൾ ഇൻസിഡന്റ് ഇല്ല. ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ടേ? ജഡ്ജി വിശ്വസിക്കണ്ട പോട്ടെ, ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ട, ഒരു സാധാരണ മനുഷ്യൻ വിശ്വസിക്കണ്ടേ? അത്തരം എവിഡൻസ് ഇല്ലാത്ത ഒരു കേസാണ്. കറക്റ്റ് കാര്യമല്ല അങ്ങേര് പറയുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് ദിലീപിനെ ശിക്ഷിച്ചില്ല എന്ന്. പക്ഷെ ഒരു സിംഗിൾ എവിഡൻസ് ഇല്ല. നാളെ എനിക്കെതിരെ ആരെങ്കിലും വന്നിട്ട് ഇതുപോലെ ഒരു പരാതി കൊടുക്കുകയാണ്, നാളെ എന്നെ പിടിച്ച ഉടനെ തൂക്കിക്കൊല്ലണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ അതിന്റെ തക്കതായ രീതിയിൽ അന്വേഷിക്കണ്ടേ? ഈ പറയുന്നത് പോലെ ഞാൻ കുറ്റവാളിയാണോ അല്ലേ എന്ന് തക്കതായ രീതിയിൽ അന്വേഷണം നടത്തി എന്തെങ്കിലും ഒരു സിംഗിൾ എവിഡൻസ് വേണ്ടേ? ഞാൻ കുറ്റവാളിയാണെങ്കിൽ ആ ഒരു വിഷയമായി, ഏതെങ്കിലും ഒരു വിഷയമായി എനിക്ക് ഒരു ബന്ധമുണ്ടെങ്കിൽ, ഞാൻ കുറ്റവാളിയാണെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു പൊടി ലിങ്ക് കിട്ടത്തില്ലേ? ഒരു സിംഗിൾ എവിഡൻസ് പോലും ഇല്ലാതെ ഒരു വ്യക്തിയെ എങ്ങനെ ശിക്ഷിക്കാൻ കഴിയും? ചിന്തിക്ക്. ഒരുപാട് പേര് ദിലീപിനെ എടുത്തിട്ട് വറുക്കുവാണ്. എനിക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ അപ്പീലിന് മേളിലോട്ട് പോകൂ. അല്ലാണ്ട് ഈ പറയുന്നതുള്ള ഒരു സിംഗിൾ എവിഡൻസ് പോലും ഇല്ലാതെ എങ്ങനെ ദിലീപിനെ ശിക്ഷിക്കാൻ കഴിയും? ഇപ്പോഴും പറയുന്നു, ഞാൻ ഇപ്പോഴും പറയുന്നു അതിജീവിതയുടെ ഒപ്പം തന്നെയാണ് ഞാൻ. പക്ഷെ അവിടെ ഈ ദിലീപിന്റെ പേര് വലിച്ചിട്ട് ദിലീപിനെ താറടിക്കുന്ന സമയത്ത് യഥാർത്ഥ കുറ്റവാളികളാണ് രക്ഷപ്പെടുന്നത്. ഇവിടെ പൾസർ സുനി ആയാലും ഈ 6 നാറികളും ഒരിക്കലും അവന്മാരുടെ ഒരു ബാഡ് ഇന്റൻഷനോടെ ചെയ്തതാണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. ഇതിന്റെ പിന്നിൽ ഏതോ വമ്പൻ കൈയുണ്ട്, ഏവനോ ചെയ്യിപ്പിച്ചതാണ്. ആ ചെയ്യിപ്പിച്ചവൻ അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചവൾ ഉറപ്പായിട്ട് ദിലീപിനെ കരിവാരി തേപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അല്ല കാണിച്ചതെന്ന് നമുക്ക് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് തക്കതായ രീതിയിൽ ഈ കേസ് ബാക്കി കൂടി അല്ലെങ്കിൽ ഒന്നുകൂടെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവിടണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ 6 പേരെയും ശിക്ഷിച്ചെന്ന് പറഞ്ഞത് ക്ലോസ് ചെയ്യേണ്ടതല്ല. ഇവന്മാർ 6 പേര് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ വൻ ഗൂഢാലോചന ഉണ്ട്. അതുള്ളത് തന്നെയാണ്.
എന്തിനോ വേണ്ടി ഒരു സമയത്ത് കരിയറിൽ വൻ ഗ്രോത്തോടെ മലയാള സിനിമയെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ദിലീപ് വളർന്നു നിന്ന സമയത്താണ് ഈ ഒരു സംഭവം കൊണ്ടിട്ട് വെട്ടി വീഴ്ത്തിയത്. അതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ള എന്ത് നാറിയ കളിയായാലും അതാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. കോടതി വിധി വന്നിട്ട് പോലും ഇവിടെ ആൾക്കാർക്ക് പറ്റുന്നില്ല ദിലീപ് തന്നെയാണ് കുറ്റക്കാരനെന്ന്. പണ്ടൊരിക്കൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സോളാന്റെ കേസിൽ അങ്ങേര് കേട്ടിട്ടുള്ള ചീത്തപ്പേരിനും നാറ്റപ്പേരിനും കൈയും കണക്കില്ല. അവസാനം അങ്ങേര് നല്ലവനെന്ന് വാഴ്ത്തപ്പെട്ടു. എപ്പോ? മരിച്ചതിന് ശേഷം. അതുവരെ എല്ലാവരും അങ്ങേരെ വിമർശിച്ചു. സത്യം അറിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇവിടെ ഇനി അവർ അപ്പീലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ കുറെ പേര് ദിലീപിനെതിരെ നിന്നുകൊണ്ട് അതിജീവിതത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അതിജീവിതത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ ദിലീപിനെ കരിവാരി തയ്ക്കുന്നതിന്റെ ഇടയിൽ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുന്നു. അത് നമ്മളൊന്ന് ചിന്തിക്കുക. എനിക്ക് അതാണ് പറയാനുള്ളത്. മെയിനായിട്ട് എനിക്ക് അതാണ് പറയാനുള്ളത്. ഒരുപാട് പേര് ദിലീപിന്റെ പിന്നാലെ പോകുമ്പോഴും യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുന്നു. അത് ചിന്തിച്ച് ബോധത്തോടെ പെരുമാറിയ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദിലീപിനെതിരായി ഇത് യഥാർത്ഥത്തിൽ ഇത് മൂട്ട് ചെയ്യുന്നത് സിനിമാ ലോബിയാണ്. അതിൽ പോലീസ് അവരുടെ ഒരു 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 എന്താ പറയുക ഒരു പപ്പറ്റായി മാറി എന്നുള്ളതാണ്. സിനിമാ ലോബിയുണ്ട്, അതുപോലെ തന്നെ എക്സ് വൈഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ ആലോചനകൾ പ്രകാരമായിട്ടാണ് എന്നാണ് ദിലീപിന്റെ കേസ്. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു എന്നാൽ ദിലീപും A1-ഉമായിട്ടുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടുള്ളത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ഗൂഢാലോചനയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇന്ത്യയില് മലീഷ്യസ് പ്രോസിക്യൂഷൻ ഒരു നിയമവും ഇല്ലല്ലോ. ഇങ്ങനെയുള്ള പോലീസുകാർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എത്രയോ ആളുകളെ അക്യൂട്ട് ചെയ്യുന്നു, എത്രയോ ആളുകളെ നിരപരാധികളെ പ്രതികളാക്കുന്നു. ഇതൊക്കെ ഉള്ളതാണ്. ഇതിപ്പോ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ, എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് അല്ല കാര്യം പറഞ്ഞത്, ഉള്ള കാര്യം പറഞ്ഞത്. ഇവിടെ എത്രയോ പേര് നിരപരാധികളെ പ്രതികളാക്കുന്നു. എത്രയോ ആൾക്കാര് ചെയ്യാത്ത കുറ്റത്തിന് അകത്ത് പോയി കിടന്നിട്ട് പിന്നെ പുറത്തു വന്നിട്ട് നിരപരാധിയാണെന്ന് വാഴ്ത്തപ്പെടുന്നു. പക്ഷെ ഇത് പണ്ട് മുതലേ വർഷങ്ങൾക്ക് മുന്നേ, അതായത് 9 വർഷം അടുപ്പിച്ച് ഈ ഒരു വിഷയം ദിലീപ് എന്ന രീതിയിലാണ് ചർച്ച വരുന്നത്. ഓക്കെ, ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞതുപോലെ വലിച്ചു കയറി ഒട്ടിക്കും. പക്ഷെ ഒരു കുറ്റം ചെയ്യാത്ത ഒരാള് വർഷങ്ങളോളം കിടന്ന് അനുഭവിച്ചു. അവസാനം കോടതി വിധി വന്നു കുറ്റക്കാരനല്ലെന്ന്. എന്ത് കാര്യം സത്യത്തിൽ? അങ്ങയുടെ നല്ല ആ ഒരു സമയം അത്രയും പോയില്ലേ? മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന് കോലം കെട്ട് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ചോദിക്കുക, അതിജീവിതയ്ക്കും ഒരു ജീവിതം ഇല്ലെന്ന്. അതിജീവിതയെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഈ പൾസർ സുനി അടങ്ങുന്ന 6 ചട്ടകളെയും പിടിച്ചകത്തിട്ട് യുവമാരുടെ ഈ കാര്യം ചെയ്യിപ്പിച്ച് ഇത് ദിലീപിന്റെ തലയിൽ ഇടിയിപ്പിച്ചവനെയാണ് ആദ്യം തൂക്കേണ്ടത്. അവനെ തൂക്കണം. ഇവിടെ എല്ലാവരും 1-ാം പ്രതി ആയ പൾസർ സുനി എന്ന് പറയുന്ന നാറി ഈ ചെറ്റത്തനം ചെയ്തവനെ കുറിച്ചിട്ട് ആർക്കും ഒന്നും സംസാരിക്കാനില്ല. അവനെതിരെ നടപടിയെടുത്തതിനെ പറ്റിയിട്ട് ആർക്കും സംസാരിക്കാനില്ല. എല്ലാവരും ദിലീപ്. അതെന്തുകൊണ്ടാ? ദിലീപ് ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ദിലീപിന് ഇതിലൊരു പങ്കുമില്ല എന്ന് വിധി വന്നു. എന്നിട്ടും വിടുന്നില്ല. എനിക്കൊന്നും പറയാനില്ല. ഈ ഒരു കേസ് പ്രത്യേകിച്ച് ആപ്പോപ്പ കേസല്ല. ഇങ്ങനെ ഇട്ടാവട്ടത്തിൽ മുക്കിക്കളയാൻ പറ്റുന്ന ഒരു കേസല്ല. വൻ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്ന ഒരു കേസാണ്. ഇവിടെ മാധ്യമങ്ങളെല്ലാം കൂടി ദിലീപിനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന തിടുക്കത്തിനിടയിൽ അവിടെ ഒരു തെളിവില്ലടേ. മാധ്യമങ്ങൾ പറഞ്ഞത് എന്താ? ഞെട്ടിക്കുന്ന തെളിവ് ഇപ്പൊ അവരും വന്നുകൊണ്ടിരിക്കുന്നു, ഓൺ ദ വേ, മറ്റേ തെളിവ്, മറിച്ച തെളിവ്. എന്നാൽ ഒരു തെളിവില്ല, ഒരു എവിഡൻസ് പോലും ഇല്ലാണ്ട് എങ്ങനെ ഒരാളെ ശിക്ഷിക്കും? ചിന്തിക്ക്, ലോജിക് യൂസ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ വിഷയങ്ങളൊക്കെ നടന്ന സമയത്ത് അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് മഞ്ജു വാര്യർ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ദിലീപ് ലേറ്റസ്റ്റ് ആയിട്ട് മഞ്ജു വാര്യറിന്റെ പേരെടുത്ത് പറയുന്നുണ്ടായിരുന്നു കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത്. അന്ന് അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് മഞ്ജു വാര്യർ സംസാരിക്കുന്നു. അവര് തമ്മിൽ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. ദിലീപും അതിനൊപ്പം പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ്. അതായത് മഞ്ജു വാര്യർ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന്. അന്ന് മഞ്ജു വാര്യർ പറഞ്ഞതിന് ശേഷമാണ് ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന ഉണ്ടാക്കി ദിലീപിനെ അകത്താക്കിയതെന്നാണ് ദിലീപ് പറയുന്നത്. നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു എവിഡൻസും ഇല്ലാണ്ടാണ് ദിലീപ് നൈസായിട്ട് രക്ഷപ്പെട്ടതെന്ന്.
കോടതിയിൽ തെളിവ് വേണോടെ? അവിടെ പോയിട്ട് അവൻ മറ്റത് ചെയ്തു മറിച്ചത് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തർക്കും നാളെ ഇതേ ഒരു അവസ്ഥ വന്നാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഇവിടെ ഞാൻ ഇപ്പോഴും പറയുന്നു, അതിജീവിതക്കെതിരെ ഈ ഗൂഢാലോചന നടത്തിയ തലതൊട്ടപ്പന്മാരെ അപ്പത്തികളെ കൊണ്ടെങ്കിൽ അതിനെയൊക്കെ തൂക്കണം. അതാണ് ചെയ്യേണ്ടത്. അതിനെങ്ങനെ യാവനെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ പിന്നാലെയല്ലേ നൂലും പിടിച്ചു പോകുന്നതല്ലേ മാധ്യമങ്ങൾ. അവനെ താറടിച്ച് കാണിക്കാനല്ലേ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുള്ളൂ. അല്ലാണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തെളിയിക്കാനോ സത്യാവസ്ഥയുടെ പിന്നാലെ പോകാനോ ഇവിടെ നോക്കുന്നില്ല. ഒരുത്തനെ കിട്ടി, ഇവനെ തന്നെ ഇന്ന് വലിച്ചു കീറാന്ന് പറഞ്ഞുകൊണ്ടല്ലേ മാധ്യമങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തിരിക്കുന്നു. ഇനി വേറൊരു വ്യക്തി പറയുന്ന ഒരു ക്ലിപ്പ് ഞാൻ കൊടുക്കാം. ജഡ്ജി നമസ്കാരം പറഞ്ഞത് എണീറ്റ് നിന്ന് ദിലീപ് വന്നപ്പോൾ അങ്ങനെ എന്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ ജഡ്ജി എണീറ്റ് നമസ്കാരം പറയുമോ? അങ്ങനെയാണെങ്കിൽ ജഡ്ജി ആ വ്യക്തി മാത്രമായിരിക്കണം കോടതിക്കകത്തിരിക്കേണ്ടത്. വേറുള്ള മൊത്തം ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് ജഡ്ജി ഇങ്ങനെ ചെയ്യുമോ? എന്തൊക്കെയോ വിട്ടുതനങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. എനിക്കറിഞ്ഞൂടെ എന്ത് കീരവിട്ടെന്ന്. ഇത് അങ്ങേറ്റം ഭയത്തായ ഒരു വിധിയാണ്. കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്നാണ്. അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും. നമ്മൾ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്ന ആളാണ്. ഇതിനു വേണ്ടി അധ്വാനിച്ച വിമൻ കളക്റ്റീവ് വക്കീലന്മാരെ ആദ്യം മുതൽ ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു വ്യക്തി എന്നാണ് പറയുന്നത്. എന്റെ പൊന്ന് അധ്വാനിക്കുന്ന വ്യക്തി, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ജഡ്ജിയെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. സത്യം, അങ്ങനെയൊക്കെ ഒരു ജഡ്ജി ചെയ്യൂടെ? ഒരു പ്രതി വരെയാണ് കോടതിയിലോട്ട് എണീറ്റ് നമസ്കാരം പറയോ? മൊത്തത്തിൽ വരുന്ന സമയത്ത് ആദ്യം ജഡ്ജി ഒന്ന് എല്ലായിടത്തും ഒരു ഗുഡ് മോർണിംഗ് ആ ഒരു സെറ്റപ്പിൽ ഒരു നമസ്കാരം പറയും. അല്ലാണ്ട് പ്രതി വരുന്ന സമയത്ത് എണീറ്റ് പ്രത്യേക നമസ്കാരം ഒന്നും ഒരു ജഡ്ജിയും പറഞ്ഞ ചരിത്രമില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കേൾക്കുക. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതെന്തോ? കോടതിയിൽ പ്രതി വന്നപ്പോ ജഡ്ജി എണീറ്റ് നമസ്കാരം പറഞ്ഞെന്ന്. അവിടെ ബാക്കിയുള്ളവർ കണ്ടോണ്ടിരിക്കണമാരൊക്കെ ഇപ്പൊ കിഴങ്ങന്മാരാ. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ മാത്രമേ അത് കണ്ടോളൂ. ആ കണ്ണാടി ശരിയല്ലെന്നോണം ഒന്ന് മാറ്റി പുതിയത് വാങ്ങിച്ചു വയ്ക്ക്. ഇനി ഭാഗ്യലക്ഷ്മി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്നൊന്ന് കേട്ടു നോക്കാം. ഇപ്പോഴും അവളോടൊപ്പം തന്നെ, അവളോടൊപ്പം അവളുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. അവളോടൊപ്പം തന്നെയാണ് ഇരിക്കുന്നത്. മരണം വരെ അവളോടൊപ്പം തന്നെയായിരിക്കും. ഇനി ആരൊക്കെ നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാലും ഞങ്ങൾ ആരും അത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട് ഈ വിധി എന്നുള്ളത് ഇവിടെ ചോറുണ്ണുന്ന ഓരോ മലയാളിക്കും മനസ്സിലാവും. ഓക്കെ, ഇപ്പോഴും ഇവരെ പോലുള്ളവർ പറയുന്നത് ദിലീപ് തന്നെയാണ് കുറ്റവാളി കുറ്റവാളി കുറ്റവാളി. എങ്കിൽ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല? എന്തുകൊണ്ട് കോടതിയിൽ തെളിവ് ഹാജരാക്കിയില്ല? എനിക്കറിയില്ല. ഇതെന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഗൂഢാലോചന എന്ന് നിങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് ചിന്തിക്ക്. എനിക്കതേ പറയാനുള്ളൂ. ദിലീപാണ് കുറ്റവാളി എങ്കിൽ ഉറപ്പായിട്ട് ദിലീപ് ശിക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, അതിജീവിതയോടൊപ്പം തന്നെയാണ് ഞാൻ. അവർക്ക് നീതി ലഭിക്കണം. ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണം. അതായത് ഈ 6 നാറുകളല്ല, അവന്മാര് നാറുകളാ. അവന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചവരെ കണ്ടെത്തണം. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അത് ദിലീപാണ് ചെയ്യിപ്പിച്ചതെന്ന് തെളിയുകയാണെങ്കിൽ ദിലീപിനെതിരെ നടപടിയെടുക്കണം. അത് തന്നെയാണ് ചെയ്യാനുള്ളത്. അല്ലാണ്ട് വന്നിരുന്നിട്ട് നമുക്ക് ഒരു തെളിവില്ലാണ്ട് ദിലീപ് എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണ് ഉള്ളതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഒരു കാര്യവും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പൊടിക്ക് ഒരു തെളിവില്ല. പിന്നെ എന്നാ ഗീരവത്തിനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് പറയാനുമില്ല. ഇതിനപ്പുറം ഈ ഒരു വിധി ഞാൻ പ്രതീക്ഷിച്ചുമില്ല. ഇത്രയും മനസ്സിന് എന്താ പറയാ, സമൂഹത്തിന് മാതൃകയാവുന്ന, ഓരോ പെണ്ണിനും മാതൃകയാകുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ പെൺകുട്ടിക്കും മാതൃകയാകുന്ന രീതിയിൽ അവൾ നിയമ നടപടി അവൾ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിച്ചും സംസാരിക്കേണ്ടിടത്ത് സംസാരിച്ച ഒരു പെണ്ണാണ്. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോഴും ആ ഒരു ഡീസൻസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് അവൾ ഇപ്പോഴും നിശബ്ദമായി തന്നെ അവൾ അത് നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം അവളോടൊപ്പമുണ്ട്. ഇനി എന്താണ് അതിജീവിത പോയ മാനസികാവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അവര് കടന്നുപോയ ആ സിറ്റുവേഷൻ അവർക്കേ അറിയത്തുള്ളൂ. എന്നാൽ സിനിമാ ഫീൽഡിൽ ഒരുപാട് ഇതുപോലത്തെ കേസുകളൊക്കെ നടക്കാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ദിലീപിലോട്ട് ഈ ഒരു ഫോക്കസ് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഞ്ജു വാര്യറിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് അവിഹിതം ദിലീപിന് കാവ്യമാധവനുമായിട്ടുണ്ടായിരുന്നു. കാവ്യമാധവന്റെ പേര് പല വേറെ പേരുകളിലും ഫോണിൽ സേവ് ചെയ്തിരുന്നു. അതെങ്ങനെയൊക്കെ അവസാനം ഈ അതിജീവിത അറിഞ്ഞെന്നും അതിജീവിത നേരെ മഞ്ജു വാര്യറിന്റെ അടുത്ത് പറഞ്ഞെന്നും അതിനുള്ള വൈരാഗ്യമാണ് ദിലീപ് അതിജീവിതയോട് ചെയ്തതെന്നും ഒക്കെയാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, സ്വന്തം കരിയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദിലീപ് ചെയ്യൂ. പിന്നെ ഈ അതിജീവിത പുറത്ത് പറയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ദിലീപ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്ന കുറെ ടീംസൊക്കെ ഞാൻ കണ്ടായിരുന്നു കമന്റ്സിലൊക്കെ. എനിക്ക് എന്തുവാടെ അതൊക്കെ കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. സീരിയസ്ലി ചിരിയാണ് വന്നത്. അത് പുറത്ത് പറയില്ലെന്ന് വെച്ചും കൊണ്ട് ദിലീപ് ഇങ്ങനെ ചെയ്യിപ്പിച്ചെന്ന് അതെന്താ അടിസ്ഥാനത്തിൽ പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്ന പോലുമില്ല. അങ്ങനെയൊക്കെ കുറെ വെവളിത്തനങ്ങൾ. എന്നാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം,
ദിലീപ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദിലീപിന്റെ കരിയർ തന്നെ ഇല്ലാണ്ടാകും, അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യിപ്പിച്ചാൽ തന്റെ കരിയർ തന്നെ ഇല്ലാണ്ടാകുമെന്ന് മാത്രം ചിന്തിക്കാത്ത ഒരു പൊട്ടനാണോ? ഇനി ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു, തെളിവുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ദിലീപിനെ ശിക്ഷിക്കണം, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. പക്ഷെ തെളിവ് കൊണ്ടുപോവാ, അല്ലാണ്ട് വന്നിരുന്നിട്ട് ദിലീപാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മഞ്ജു വാര്യർ അന്ന് പറഞ്ഞതുപോലെയും ദിലീപ് ഇന്ന് പറഞ്ഞതുപോലെയും ഇതിന്റെ പിന്നിൽ വേറെ ഗൂഢാലോചനകൾ ഇല്ലെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. വേറെ ഗൂഢാലോചനകളുണ്ട്. ആ ഗൂഢാലോചനകളാണ് പുറത്തു വരേണ്ടത്. അല്ലാണ്ട് എല്ലാം കൂടി ദിലീപില് അടിച്ചമർത്തിയിട്ട് ഈ കേസ് അവസാനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഇനി MLA ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. വിധി നിരാശയാണ്. ഇത് അതിജീവിതയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാരിന് സാധിച്ചില്ല. ഭരണകൂടത്തിന്റെ കൃത്യമായ വീഴ്ച ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പൊ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ വിധി, കോടതി 6 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. പക്ഷെ കോടതി കണ്ടെത്തേണ്ട കാര്യം, ഈ 6 പേർ എന്തിനു വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തത്? ഈ കുറ്റത്തിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്ത്? ആരാണ് ഇവരെ പറഞ്ഞയച്ചത്? അത് കണ്ടുപിടിക്കണ്ടേ? ഇത് ഇന്നയാളുകൾ കുറ്റം ചെയ്ത് വളരെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് വേണ്ടിയല്ല, ഒരു കൂട്ടം ക്രിമിനലുകൾ ഇത് ചെയ്തത് മറ്റാരോ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഓക്കെ, പറയുന്ന കാര്യം കറക്റ്റാണ്. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇതിന്റെ പിന്നിൽ മറ്റാരൊക്കെയുണ്ട്, അവരെയാണ് കണ്ടുപിടിക്കേണ്ടത്. യഥാർത്ഥ വില്ലന്മാർ ഒളിഞ്ഞിരിക്കുമ്പോൾ നിരപരാധികളാണ് ഇവിടെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ ദിലീപാണ് കുറ്റവാളി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ദിലീപ് തന്നെയാണ് കുറ്റവാളി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെതിരെ സംസാരിക്കും. അല്ലാണ്ട് ഒരിക്കലും ദിലീപിനെതിരെ സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കോടതി വിധി വന്നു, തെളിവുകളില്ലാണ്ട്, ഒരു തെളിവ് പോലും ഇല്ലാണ്ട് എങ്ങനെ ഒരാളെ ശിക്ഷിക്കാൻ പറ്റും? ഒരാളുടെ ക്രെഡിബിലിറ്റി, ഒരാളുടെ ഇമേജ്, മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഭരിക്കാൻ തക്കിയ രീതിയിൽ വളർന്ന് വൻ ഹൈപ്പിൽ വന്ന ഒരു വ്യക്തി ഒറ്റ കേസ് കൊണ്ട് ഇടിഞ്ഞ് തറ പറ്റുന്നു. ഗൂഢാലോചന ഇതിന്റെ പിന്നിലില്ലെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ചിലപ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത കൊലകൊമ്പന്മാരായിരിക്കും ഇതിന്റെ പിന്നിലിരിക്കുന്നത്. അതുകൊണ്ട് തക്കതായ രീതിയിൽ ഇതിന്റെ അന്വേഷണം നടത്തി യുവമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആരെന്നും കൂടി പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പൽച്ചച്ചുനിയും കുൽച്ചച്ചുനിയും വെച്ചും കൊണ്ട് കൊണ അടിക്കുകയല്ല ചെയ്യേണ്ടത്. ആളെ കണ്ടുപിടിക്കാൻ എന്റെ പ്രോസിക്യൂട്ടറിന് സാധിച്ചില്ല. ആ തെളിവുകൾ കൊണ്ടുവരാൻ വേണ്ടി അതിനെ അകത്തേക്ക് വിധി കൊണ്ടുപോകാൻ ആ ജഡ്ജിക്ക് സാധിച്ചില്ല. വളരെ കൃത്യമായ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭരണകൂടത്തിന്റെ ഭാഗത്ത് തന്നെ വലിയ വീഴ്ചയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ പ്രോസിക്യൂഷൻ വീഴ്ചയാണ്. അല്ലെങ്കിൽ ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നു. ഇക്കാര്യത്തിൽ ഉറപ്പാണല്ലോ, ഈ പ്രതികൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ നിർദ്ദേശമില്ലാതെ, മറ്റൊരാൾ പറയാതെ അത് ചെയ്യില്ല ഈ സംഘം എന്നുള്ളത്. അവർ പൾസർ സുനി വളരെ കൃത്യമായിട്ട് അതിന്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയുണ്ട്, അദ്ദേഹത്തിന്റെ കത്തുണ്ടല്ലോ, കത്തെഴുതിയിരുന്നു. പിന്നെ ഈ ദിലീപ് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായി പൾസർ സുനിയുടെ കത്തുൾപ്പെടെ ഉണ്ടായിട്ടും അതൊന്നും കത്ത് എന്ത് കത്ത്? പൾസർ സുനി മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ദിലീപിനെ കരിവാരി തേച്ചതല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പൾസർ സുനി പൈസ വാങ്ങി, ദിലീപിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഈ പരിപാടി ചെയ്തതെങ്കിൽ ദിലീപിന് പക്ഷത്തല്ലേ നിൽക്കത്തുള്ളൂ, ദിലീപിനോടല്ലേ കൂറ് കാണിക്കത്തുള്ളൂ. മറിച്ച് മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് ദിലീപിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്തതല്ല പൾസർ സുനി എന്ന് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? എൻ്റെ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് കത്ത് കുത്തെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കത്താണെങ്കിൽ ആ കത്ത് എന്താണെന്നും ആ കത്തിലുള്ളത് എന്താണെന്നൊക്കെ നമ്മൾ അന്ന് കണ്ടതും കേട്ടതൊക്കെയാണ്. ആ സ്ഥിതിക്ക് ഒരു തെളിവുമില്ല. ദിലീപിലോട്ട് ഈ വിഷയം പോകാൻ വേണ്ടിയിട്ട് ദിലീപ് ഇതിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ദിലീപിന്റെ എന്തെങ്കിലും കറുത്ത കരങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാനായിട്ട് ഒരു തെളിവുമില്ല. നാളെ എനിക്കെതിരെ വേണമെങ്കിൽ ആർക്കെങ്കിലും ഒരു കത്തയക്കാം, ഞാൻ ഇങ്ങനെ ചെയ്യിപ്പിച്ചെന്നാ ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്ത് വിടാം. അതൊക്കെ ആർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് തക്കതായ തെളിവില്ലാണ്ട് കോടതിക്ക് ഇവിടെ ഒരു തേങ്ങ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിട്ടുജനങ്ങൾ ചിന്തിക്കും മുന്നേ ആദ്യം ഒന്ന് ഇരുന്ന് ചിന്തിക്കും. ഈ ജനങ്ങളടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദിലീപാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് എന്തെങ്കിലും തെളിവുകൾ, മീഡിയക്കാർ പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥകൾ അല്ലാണ്ട് എന്തെങ്കിലും തെളിവുകൾ നമ്മുടെ പക്ഷത്തുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓരോരുത്തരൊക്കെ വന്ന് പറഞ്ഞതല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടോ തെളിവ്? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. ഇനി രമ്യ നമ്പീശൻ അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ആദ്യം അവൾക്കൊപ്പം, പിന്നെ പ്രതിക്കൊപ്പം, പിന്നെ അവൾക്കൊപ്പം, ഇങ്ങനെ തെയ്യം കളിക്കുന്ന ടീംസുകളാണ്. എനിക്കൊന്നും പറയാനില്ല. ഇതിനെയൊക്കെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും കുറെ പറയേണ്ടി വരും. ഇനി അഡ്വക്കേറ്റ് രാമൻ പിള്ള എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ദിലീപിനെ പ്രതിയാക്കിയ ശേഷമല്ല ഉണ്ടാക്കുന്നത്. അത് അവർ 5 സ്റ്റേറ്റ്മെന്റുള്ള ആദ്യം ഒരു കേസും ഇല്ല. പിന്നെ ചില അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ അമ്മയുണ്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരി രമ്യ നമ്പീശൻ, പിന്നെ ഫിയാൻസി, അവരുടെ എല്ലാം പോലീസിൽ ഏർപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട്.
അമ്മ വിസ്തരിച്ചില്ല, രമ്യ നമ്പീശിനെ വിസ്തരിച്ചു, മറ്റേ വിസ്തരിച്ചു. ആ മൊഴികളിലെല്ലാം സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുക്കളുമില്ലെന്ന് പറഞ്ഞേക്കുന്നത് അവരുടെ അറിവില്ല. പിന്നെ എങ്ങനെ ശത്രു വന്നു? അതെ, അവരൊക്കെ പിന്നെ തെയ്യം കളിച്ചോണ്ടിരിക്കുകയാണ്. ആദ്യം പറഞ്ഞു ശത്രുക്കൾ ആരും ഇല്ലെന്ന്, പിന്നെ പറയും അതിജീവിതയ്ക്കൊപ്പമാണെന്ന്. അവൾക്കൊപ്പം ഇവൾക്കൊപ്പം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സത്യം തെളിയണം, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇവിടെ ഇപ്പൊ ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞ് കോടതി വിധി വന്നെങ്കിലും യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. അല്ലാണ്ട് വന്നിരുന്നിട്ട് ദിലീപിനെ ശിക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാളെ അപ്പീലുമായിട്ട് ഒരു മുകളിലോട്ട് പോയിട്ട് അവിടെ ദിലീപാണ് കുറ്റവാളിയും തെളിഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന് ശിക്ഷിക്കുക തന്നെ ചെയ്യണം. പക്ഷെ അതിനുള്ള തെളിവുകളില്ല. ഇവിടെ ഒരു തെളിവും ഇല്ലായിരുന്നു. ഇനി അവിടെ പോയിട്ട് എന്ത് തെളിവാണ് ഇവർ കാണിക്കാൻ പോണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പൾസർ സുനിയൊക്കെ ലോക ചെറ്റാണ്. ഇവന്റെയൊക്കെ വാക്കും കേട്ടും കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? മറ്റേ റിപ്പോർട്ടർ ടിവിയുടെ ഒളി ക്യാമറ ദൃശ്യം ഫേക്ക് കെട്ടുകഥ ഉണ്ടാക്കിയ പരിപാടിയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അപ്പീലുമായിട്ട് ഇതിന്റെ മേളിലോട്ട് അവർ പോകുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യം ഒന്ന് കണ്ടുനോക്കാം. അതെ, അപ്പീൽ പോകണമെന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അത് വകുപ്പ് മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, മറ്റ് DGPയെ സംസാരിച്ചു, മറ്റെല്ലാവരുമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിധിന്യായം വിശദമായിട്ട് പരിശോധിക്കും. അതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏത് ഭാഗങ്ങളാണെന്ന് കൂടി വ്യക്തമാക്കിക്കൊണ്ട് അപ്പീൽ പോകണം എന്ന തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. പ്രോസിക്യൂഷൻ അത് സംബന്ധിച്ചുള്ള പ്രാരംഭമായ നടപടികൾ തുടങ്ങാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സർക്കാർ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചാണ് നിന്നിട്ടുള്ളത്. അത് അവർക്കും പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നീതി ലഭിക്കുമെന്ന്, പൂർണ്ണമായ നീതി ലഭിക്കുമെന്ന്, ഒരു ഭാഗം നമുക്ക് ശരിയായ രൂപത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായ നീതി ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് സർക്കാർ കാണുന്നത്. അതെ, കറക്റ്റാണ്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇവിടെ വെറുതെ ഒരാളെ പിടിച്ചിട്ട് അയാളാണ് കുറ്റവാളി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. അതെനിക്ക് വീണ്ടും മെയിനായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം കേട്ടോ, ദിലീപിന്റെ ആണ്, കണ്ടു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം കള്ളക്കമ്മ അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഇത്ര കാര്യങ്ങളെ 9 വർഷത്തെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പോയിട്ട് വരാം, നല്ല തിരക്കുണ്ട് സാറേ. അല്ല ഇനി എവിടേക്കിലൊക്കെ പിന്നല്ലാണ്ട് ഇനിയന്മാരെയൊക്കെ വായ്ത്താളത്തിന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവന്മാരെയൊന്നും ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ട് ആ വ്യക്തി നിരപരാധിയാണോ കുറ്റവാളിയാണോ എന്ന് പോലും തിരിച്ചറിയാണ്ട് വലിച്ചു കീറി ഒട്ടിച്ച് പല കെട്ടുകഥകളും ഇവന്മാരുണ്ടാക്കി ഈ മീഡിയക്കാരന്മാര്. എന്നിട്ട് ഇവിടെ ഇപ്പൊ കോടതി വന്നപ്പോൾ ഒരു തെളിവില്ല. പിന്നെ എന്നാ അടിസ്ഥാനത്തിൽ അങ്ങനെ പിടിച്ച് ജയിലിലിടും? ആദ്യം ചിന്തിക്കുക ബോധമില്ലാണ്ട്. ഇനി ഞാന് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതികളുടെ ലിസ്റ്റ് ഒന്ന് കൊടുക്കാം. സുനിൽ കുമാർ, പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ് പി, സലീം എന്ന വടിവാൾ സലീം, പ്രദീപ്. ആദ്യ 6 പ്രതികളാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. ഇവരെല്ലാം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 7 ചാർലി തോമസ് പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചു, വെറുതെ വിട്ടു. ദിലീപ് 8ാം പ്രതിയാണ് കേട്ടോ. കുറ്റകൃത്യത്തിനായി ഗൂഢാലോചന നടത്തി, വെറുതെ വിട്ടു. സനൽകുമാർ പ്രതികളെ ജയിലിൽ സഹായിച്ചു, അപ്പുണ്യമായും നാദൃശ്യമായും ഫോണിൽ സംസാരിക്കുകയാണ്, സഹായം നൽകി. 10 ശരത് ജി നായർ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതി ചേർക്കപ്പെട്ടു, വെറുതെ വിട്ടു. അപ്പൊ ദിലീപിന് ഇവിടെ കുറ്റകൃത്യത്തിനായി ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് 8ാം പ്രതിയായിട്ട് പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഗൂഢാലോചന നടത്തിയെങ്കിൽ തെളിവ് കൊണ്ടുപാടേ, അല്ലാണ്ട് എങ്ങനെയാണ് ദിലീപാണ് കുറ്റവാളി എന്ന് പറയുന്നത്? ജനങ്ങളടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ എല്ലാവരും ദിലീപിനെ കരിവാരി തയ്ക്കുമ്പോൾ ചിന്തിക്കും. നിങ്ങളിപ്പോ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് മാരകമായിട്ട് സംസാരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കി, ഇവിടെ ദിലീപ് കുറ്റവാളി ആണോ അല്ലേ എന്ന്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടും മീഡിയ പറഞ്ഞത് കേട്ടും കൊണ്ട് അങ്ങനെ കുറ്റവാളിയാണെന്ന് പറയുന്നത് ശരിയാണോ? നാളെ നിങ്ങൾക്കും എനിക്കും ഇതേ ഒരു അവസ്ഥ വന്നാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ സമൂഹം മൊത്തം കുറ്റവാളി എന്ന് ചാർത്തിയാലും നമ്മൾ കുറ്റവാളി അല്ലെന്ന് നമുക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ കോടതിയിൽ പോകുന്ന സമയത്ത് അവിടെ തെളിവുകളില്ലാണ്ട് നമ്മൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഒന്നിരുന്ന് ചിന്തിക്കും. അന്ന് ഈ സമൂഹം മൊത്തം വീണ്ടും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരുന്നാലുള്ള നമ്മുടെ മാനസികാവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിക്കും. ദിലീപിന് സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല. FK യോഗം ചേർന്ന് തീരുമാനിക്കും. B ഉണ്ണികൃഷ്ണൻ. അപ്പൊ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ചെറുക്കെട്ടായിട്ട് നടക്കുന്നുണ്ട്. എന്ത് നീതി മുൻകൂട്ടി തയ്യാറാക്കി തിരക്കഥ പാർവതി പറയുന്നുണ്ട്. 6 പ്രതികളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, അതിലെ 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആന്റണി. യവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, അത് കേട്ടു നോക്കാം. എന്റെ പേര് മാർട്ടിൻ എന്നാണ്. നടിനെ തട്ടിക്കൊണ്ടായ 2ാം പ്രതിയായിട്ട് റിമാൻഡ് ചെയ്ത് 6 കൊല്ലത്തോളം അതിനുശേഷം സുപ്രീം കോടതി ബെയിലിൽ ഇറങ്ങിയത്. ഈ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ ഞാൻ കണ്ടതും കേട്ടതും യഥാർത്ഥ സത്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ നടലാല് പല രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. ഒരുപാട് കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്.
ഇതിന്റെ പേരിൽ എന്റെ ജീവന് വരെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇതിലെ രഹസ്യമായിട്ട് യഥാർത്ഥ സത്യങ്ങൾ ഞാൻ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതില് യഥാർത്ഥത്തിൽ ഈ കേസിൽ പുറത്ത് കാണുന്നുള്ള കാര്യങ്ങളല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കഥകളാണ് മൊത്തം പുറത്തു വന്നേക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല. നടീനെ ആക്രമിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ വെറുതെ പൾസർ സുനിയും നടലാലും മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ ഒരു കള്ളക്കേസാണ് ദിലീപിനെ തകർക്കാൻ വേണ്ടി ഈ കേസ്. അതിന്റെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. ക്രിയേഷന്റെ ബാനറിൽ ഹണീബി 2.5 ഉം 2 ഷൂട്ട് ചെയ്യുമ്പോൾ പൾസർ സുനി ആവുന്ന നടിയുടെ ഡ്രൈവർ അവിടെ വെച്ച് പ്രൊഡ്യൂസർ അനൂപും ജീൻ പോളും ഇവര് തമ്മിൽ ഉള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുള്ള വീഡിയോസ് ഒക്കെയാണ് ഇന്ന് ഈ കേസിൽ ഉള്ളതെന്ന് പറയുന്നത്. പൾസർ സുനിയുമായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റിംഗ് നടന്ന വീഡിയോസ് ആണ് ഉള്ളത്. അല്ലാതെ അന്നത്തെ സംഭവ ദിവസം വണ്ടിയിൽ അങ്ങനെ ഒരു എന്താ പറയാ ഒരു റേപ്പ് നടന്നിട്ടില്ല. അതിന്റെ വെറുതെ ടെമ്പോ ട്രാവലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ ഇവർ സൃഷ്ടിച്ചതാണ്. അല്ലാതെ സത്യസന്ധമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിന്റെ മെയിൻ ദൃക്സാക്ഷി ഞാനാണ്. ഗോപാലൻ ഫിലിം നടക്കുമ്പോ ദിലീപ് പുഴയിലേക്ക് ചാടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീനിൽ ദിലീപ് പുഴയിലേക്ക് ചാടിയപ്പോ ആർട്ടുകാര് റോപ്പ് ഇട്ട് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരാരും അതിന് തയ്യാറായില്ല. ലാലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അവര് ഒഴിവാക്കുകയായിരുന്നു. എന്നിട്ട് മീൻ പിടിക്കാൻ പോണ വള്ളക്കാരാണ് ദിലീപിനെ അന്ന് വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത്. അന്ന് ദിലീപിനെ വധിക്കാൻ വേണ്ടി ഇവര് ശ്രമിച്ചായിരുന്നു. അതിന്റെ ഒരു സത്യാവസ്ഥ എനിക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ അറിയണ കാരണമാണ് എന്നെ ഇതിൽ ഇത്രയും നാളെ ജയിലിൽ നിന്ന് ഇറക്കാണ്ട് ഇവര് ജയിലിൽ തന്നെ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ മാർട്ടിൻ ആന്റണി എന്ന് പറയുന്നവൻ പറഞ്ഞത് കണ്ട, ഇതെന്തുകൊണ്ട് ആരും വിശ്വസിക്കുന്നില്ല? ആരൊക്കെയോ പറഞ്ഞു ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന്. എല്ലാം കൂടി ദിലീപിന്റെ നെഞ്ചത്ത് പോയി. അങ്ങനെ താഴെ കെട്ടി താറടിച്ചിട്ട് എന്ത് കിട്ടാനാ? എന്റെ കുഞ്ഞമ്മയുടെ മോനൊന്നുമല്ല ദിലീപ്. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിനൊപ്പം നിൽക്കുന്നു. നാളെ ദിലീപാണ് കുറ്റവാളി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദിലീപിനെതിരെ നിൽക്കാം. ഈ ഗൂഢാലോചന നടത്തിയവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങയുടെ കരിയർ നശിപ്പിക്കുക എന്നതാണെങ്കിൽ അത് നല്ലപോലെ നടന്നു, അത് നല്ലതുപോലെ സാധിച്ചെടുക്കാൻ പറ്റി അല്ലെ? ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഇവൻ മാർട്ടിൻ എന്ന് പറയുന്ന 2ാം പ്രതിയായ ഇവൻ വന്നിരുന്ന് പറയുന്നത് കണ്ടോ, ദിലീപിനെ കൊല്ലാൻ വരെ ശ്രമിച്ചെന്ന്. അതിനെ പറ്റിയിട്ടൊന്നും ആർക്കും സംസാരിക്കാനില്ല. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. ഇനി ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ എല്ലാവരും ദിലീപേട്ടന് ശിക്ഷ കിട്ടിയില്ല, ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്നൊക്കെ പ്രസംഗിക്കുന്നു. ഇവർക്ക് എന്താണ് ഇപ്പോഴും മനസ്സിലാകാത്തത്? അദ്ദേഹത്തിനെതിരെ തെളിവുണ്ടെങ്കിലല്ലേ കുറ്റക്കാരനായി വിധിക്കാൻ പറ്റൂ. അവർക്ക് എന്ത് സംഭവിച്ചാലും ദിലീപേട്ടനെ ജയിലിൽ ഇടണം. അത് നടന്നില്ല. അതാ എല്ലാവർക്കും വിഷമം. അതെ, എല്ലാവരുടെ ഒറ്റ ലക്ഷ്യം ദിലീപിനെ പിടിച്ച് ജയിലിലിടണം. ഈ ഗൂഢാലോചന നടത്തിയവരുടെ ലക്ഷ്യം ഒരു പക്ഷേ ദിലീപിന്റെ കരിയർ തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതെന്തായാലും സാധിച്ചിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിലെങ്കിലും എല്ലാവരും പോയി കിടന്ന് കമന്നടന്ന് ഉറങ്ങും. അല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നാളെ ദിലീപ് കുറ്റവാളി എന്ന് തെളിഞ്ഞാൽ, തെളിവ് സഹിതം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സംസാരിക്കും. അല്ലാണ്ട് ഒരു വ്യക്തിയെ ഒരു തെളിവില്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് താറടിച്ച് കാണിക്കാൻ പറ്റും? എനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്.